ഗസ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ പ്രത്യേക എഡിഷൻ റിയാദിൽ ചർച്ച ചെയ്യുന്നത്. സൗദി കിരീടാവകാശിക്ക് പുറമെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും ഈ സമ്മേളനത്തിൽ ഭാഗമാകുന്നുണ്ട്. എന്തൊക്കെയാണ് റിയാദിലെ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചകൾ? പശ്ചിമേഷ്യയിലെ സാമ്പത്തിക രംഗത്തെ വെല്ലുവിളികളും ചർച്ച ചെയ്യുന്ന ലോക സാമ്പത്തിക ഫോറത്തിനാണ് റിയാദിൽ തുടക്കമായത്. സൗദി കിരീടാവകാശിയും US-ലെയും യൂറോപ്പിലെയും GCC-ലെയും നേതാക്കളും ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ആഗോള സഹകരണം, വളർച്ച, ഊർജം എന്നീ വിഷയങ്ങളിൽ ഊന്നിയാണ് 3 ദിവസത്തെ സമ്മേളനം. എങ്കിലും ഗസയിലെ ഇസ്രയേൽ ആക്രമണം ഉൾപ്പെടെ മേഖലയിലെ പ്രധാനപ്പെട്ട പ്രതിസന്ധികളും ചർച്ചയിൽ ഏറെ പ്രധാനമാണ്. It is incredible participation at this special meeting. We have more than 1,000 participants, and it's under the patronage of His Royal Highness the Crown Prince. And we have 12 head of states and governments, but also ministers from all different relevant portfolios. റിയാദിലെ റിറ്റ്സ് കാൾട്ടണിലാണ് സാമ്പത്തിക ഫോറത്തിന്റെ പ്രത്യേക യോഗം ചേരുന്നത്. ലോകത്തെ വൻകിട രാഷ്ട്രങ്ങൾക്കിടയിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ സാധ്യതകൾ പ്രകടമാണ്. യുക്രൈൻ യുദ്ധവും ഫലസ്തീനിലെ ഇസ്രയേൽ ആക്രമണവും ചെങ്കടലിലെ ഭീഷണിയുമെല്ലാം ഇതിനെ ബാധിച്ചിട്ടുണ്ട്. വിഷയത്തിൽ വിവിധ ഭരണകൂടങ്ങൾ, ബിസിനസ്, അക്കാദമിക്, സിവിൽ സൊസൈറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്കിടയിൽ ചർച്ചയിലൂടെ പരിഹാരം തേടുകയാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റിയാദ് എഡിഷന്റെ ലക്ഷ്യം. ഗസ, യുക്രൈൻ ഉൾപ്പെടെ വിഷയങ്ങൾ ലോകത്തിന്റെ സാമ്പത്തിക രംഗത്ത് തന്നെ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. To me, geopolitical risks are possibly the number one risks if you look at the global economy at large, because it's not only the geopolitical in its own. The geopolitical tensions brings with it things that are directly impacting the economies, which is fragmentation, protectionism, using economy as a serious tool to achieve geopolitical objectives. യോഗത്തിൽ ചില വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകളുണ്ടാകും. പ്രത്യേകിച്ചും അന്താരാഷ്ട്ര വാണിജ്യം, വികസനം, ധനകാര്യം, ഊർജം എന്നിവയുമായി ബന്ധപ്പെട്ട്. സൗദി കിരീടാവകാശിയുടെ കീഴിൽ നടക്കുന്ന സമ്മേളനത്തിൽ US സ്റ്റേറ്റ് സെക്രട്ടറി, ഫലസ്തീൻ പ്രസിഡന്റ്, ഈജിപ്ത് ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. أردنا أن نتحدث عن غزة بالذات وعن 7 أكتوبر، وهي مرحلة مفصلية حصل فيها اعتداء على مدنيين، وهذا الاعتداء نحن قلنا منذ البداية نرفضه رفضا قاطعا. إذا أردنا أن نتحدث عن غزة بالذات وعن 7 أكتوبر، وهي مرحلة مفصلية حصل فيها اعتداء على مدنيين، وهذا الاعتداء نحن قلنا منذ البداية نرفضه رفضا قاطعا. ومنذ أن وقع هذا الاحتلال أكدنا على أننا كسلطة فلسطينية ومنظمة التحرير الفلسطينية نرفض رفضا قاطعا الاعتداء على المدنيين أيا كانت توجهاتهم وأيا كانت انتماءاتهم. وفي نفس الوقت قلنا نحن لابد أن نطالب وبالفور وقف القتال على غزة لأنه مؤذٍ جدا ونعرف نتيجته وإلى أين يصل. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 12ഓളം രാഷ്ട്ര തലവന്മാരും പ്രതിനിധികളും വിദേശകാര്യ മന്ത്രിമാരും യോഗത്തിലുണ്ടാകും. റിയാദിലെത്തിയ ഖത്തർ, ഈജിപ്ത്, ജോർദാൻ മന്ത്രിമാരും പ്രതിനിധികളും സൗദി വിദേശകാര്യ മന്ത്രിയുമായി ഗസയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഫലസ്തീൻ വിഷയത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരമാണ് സൗദിയുടെ ലക്ഷ്യം. ബന്ദിമോചനത്തിലൂടെ ശാശ്വത വെടിനിർത്തലും ലക്ഷ്യം വെക്കുന്നു. ഇത് മേഖലയുടെ സാമ്പത്തിക രാഷ്ട്രീയ സ്ഥിരതയ്ക്ക് അനിവാര്യമാണെന്നതാണ് സൗദിയുടെ പക്ഷം. മാരത്തൺ ചർച്ചകളാണ് ഗസ വിഷയത്തിൽ നടക്കുന്നത്. തിങ്കളാഴ്ച രാത്രി വരെ വിഷയത്തിൽ ചർച്ചകളുണ്ടാകും. രാവും പകലുമായി നടക്കുന്ന ചർച്ചകളിലൂടെ ഗസയിലെ പ്രശ്നപരിഹാര ഫോർമുലകളാണ് ലക്ഷ്യം വെക്കുന്നത്. സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധമില്ലാത്ത ഇസ്രായേലിന്
ഇനി സുരക്ഷിതമായി നിൽക്കണമെങ്കിൽ അറബ് രാജ്യങ്ങളുടെ ബന്ധം നിർബന്ധമാണ്. ബന്ധം സ്ഥാപിക്കാൻ സൗദി ചോദിക്കുന്നത് ഫലസ്തീന് സ്വന്തം രാഷ്ട്രമാണ്. അതിന് തയ്യാറാകാതെ നയതന്ത്ര ബന്ധത്തിനില്ലെന്ന് സൗദി വ്യക്തമാക്കിയിട്ടുണ്ട്. ആന്റണി ബ്ലിങ്കന്റെ പുതിയ വരവിനും ഈ നിരക്ക് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. റഫ വേണോ റിയാദ് വേണോ എന്നതാണ് US-ന്റെ ചോദ്യം. റഫയിലേക്ക് ആക്രമണവുമായി മുന്നോട്ടു പോയാൽ US-ഉമായുള്ള ഇസ്രായേലിന്റെ ബന്ധം പാടെ തകരും. ഇത് US മാധ്യമങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. റിയാദിൽ നടക്കുന്ന ലോക എക്കണോമിക് ഫോറത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് US മാധ്യമങ്ങളുടെ ഈ നിരീക്ഷണം. ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തോടെ ഫലസ്തീൻ ഇന്ന് അറബ് ജനതയുടെയല്ല, ലോകത്തിന്റെ വിഷയമാണ്. അറബ് മേഖലയേക്കാൾ അത് പിടിച്ചു കുലുക്കുന്നതും യൂറോപ്പിനെയും അമേരിക്കയെയുമാണ്. അതിനാൽ സൗദിയിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ സമാന്തര ചർച്ചകളിലെ ഫലം എന്താകുമെന്നത് ഇസ്രയേലിനും US-നും പ്രധാനമാണ്.